ഏത് മറ്റേ കല്യാണേ എന്നിട്ടിപ്പൊ പെണ്ണ് പറയാണ് അനന്തരം മതിന്ന്. എന്നാ ഞാൻ ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട, മോളമ്മയ്ക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. എന്താ അമ്മ? ആ ദേവികയും പിള്ളേരെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി തരണം. അതെന്തിനാ? ആ ഗായത്രി ഇല്ലേ, രമണന്റെ ഭാര്യ, അവള് വീട് കാണണമെന്ന് പറഞ്ഞ് കേറിയിട്ടുണ്ട്. എങ്ങാനും ദേവികയും പിള്ളേരെയും കണ്ട വല്ലതും തെറ്റിദ്ധരിച്ചാലോ? ഒരു അന്യ സ്ത്രീ 2 കുട്ടികളും അല്ലേ. അമ്മ എന്നും പറഞ്ഞ അവരെ എന്ത് ചെയ്യാൻ? അവരെ എങ്ങോട്ട് മാറ്റാനാ? ഏതെങ്കിലും അയൽപക്കത്തോട്ട് മാറ്റും മോളെ. അയൽപക്കം? നമ്മുടെ ശാന്തയുടെ വീട്ടിലേക്ക് മാറ്റിയാലോ? ആരുടെ? ശാന്ത. ശാന്തേച്ചിയുടെ. അവരുടെ പറമ്പിൽ കയറിയാലേ മുട്ടുകാല് തല്ലി ഓടിക്കാന്നാ പറഞ്ഞേക്കുന്നേ. അതെന്താ? അവര് നമ്മുടെ പറമ്പിന്നേ കത്തിക്കാൻ മണലെടുത്തപ്പോ അമ്മ ചീത്ത പറഞ്ഞ് ഓടിച്ചത് മറന്നുപോയോ? അയ്യോ, ഞാനത് മറന്നുപോയി. ഓ, അപ്പൊ പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. സുലോചനയുടെ വീട്ടില് അത് നടക്കൂല. ഞാനേ അവളിന്നാള് ഉരുളി ചോദിച്ചു വന്നപ്പോഴേ കൊടുത്തില്ല. അയൽവക്കക്കാരെയൊക്കെ ഓടിച്ചാലേ ഇങ്ങനെ ഇരിക്കും. നീ ഓടി. പിന്നിപ്പൊ എങ്ങോട്ടാ മോളെ? പിന്നിപ്പൊ ആകെ ഉള്ളത് കുമാരിച്ചിയുടെ വീടാ. ഓ, കുമാരിയോ? കുമാരി കുമാരി, നീ ഒന്ന് മാറ്റിത്താ. എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്യാം. എന്തുവാ? ഇനിയിപ്പൊ അങ്ങോട്ടൊക്കെ പോകുമ്പോ ഇവര് കണ്ടാലോ? അതും ശരിയാ. നമുക്കേ വേറൊരു കാര്യം ചെയ്യാം. എന്താ? ഈ ദേവികേച്ചിനെയും പിള്ളേരെയും നമുക്ക് അവരുടെ മുറിയിൽ ഇരുത്തിയാലോ? എടി, ഗായത്രി ഇറങ്ങി വരുമ്പോ അവര് കാണൂലേ? അതെങ്ങനെ കാണാനാ അമ്മേ? ദേവികേച്ചിയോട് അകത്തുനിന്ന് കുറ്റിയിടാൻ പറഞ്ഞ പോരെ? അത് നല്ല ഐഡിയ. നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം. അത് ഞാൻ ചെയ്തോളാം, അമ്മ പോക്കോ. ഉറപ്പാണേ? നീ ഇവിടെ കുന്തം വഴുകി പോലെ നിക്കാണ്ടൊന്ന് ചെല്ല്. അത് ഞാൻ ചെയ്യാമേ, പൊക്കോ. പടച്ചോനെ, ദേവിയേച്ചി വീണ്ടും പെട്ടല്ലോ. പോരാ. എന്താ? മോശം മോശം മോശം. ഇവിടെ മൊത്തം ഒരു മാറ്റം വരുത്തണം അളിയാ. എങ്ങനെ? അതായത് നമുക്കിവിടെ ഒരു ജമ്പിങ് പിച്ച് ഉണ്ടാക്കണം. പീച്ചോ? അളിയന് പറഞ്ഞാലും അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് അളിയാ, നമ്മൾ ഈ തേവുന്ന സ്ഥലത്ത് ഒരു പലക ഇട്ടേക്കുന്നത് കണ്ടല്ലേ? അതുപോലെ ഒരു പലക ഇങ്ങനെ നീളത്തിലിടണം. എന്നിട്ട് അതിന്റെ അറ്റത്ത് നമ്മളിങ്ങനെ കയറി നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഡൈവ് ചെയ്യണം. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ കാണുന്ന അളിയാ? അതൊക്കെ ആമ്പലാളിയാ. ആ അലമ്പൊക്കെ പറിച്ചു മാറ്റണം. എന്നിട്ട് അതിൽ നിറച്ച് നീല വെള്ളം നിറയ്ക്കണം. അപ്പൊ നിറയ്ക്കുന്ന വെള്ളം മണ്ണെണ്ണയാണോ? അല്ല, എന്റെ തലയിൽ എന്താണ് ചാണക ബുദ്ധിയാണോ അളിയാ? അതല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ മാറ്റിയിട്ട് നല്ല സ്പടികം പോലത്തെ വെള്ളം നിറയ്ക്കണം. എന്നിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കി സ്വിമ്മിംഗ് പൂളാക്കി മാറ്റണം. മനസ്സിലായോ? ഇവിടെ മൊത്തം ഒരു ചേഞ്ച് വരുന്നത്. ഇതൊക്കെ പൊളിച്ചു കളാളിയാ. ഈ തറവാട് പൊളിച്ചു കളയാനാ? എന്റെ ചങ്ക് ഇടിച്ചു കളയുന്നതിന് തുല്യമാളിയാ തറവാട്ട് പൊളിക്കുന്നത്. നീ എന്തിനാ പൊളിക്കുന്നത്? അതുപോലെ പൊളിച്ചിരിക്കല്ലേ. എന്റെ കയ്യിൽ കോടിക്കണക്കിന് കാശിന്റെ അളിയാ. നമുക്ക് ഇതൊക്കെ പൊളിച്ച് നല്ല കൊട്ടാരം പണിയാന്ന്. അളിയന്റെ ഈ അനാവശ്യമായിട്ട് വല്ല പൈസ വല്ല ഉണ്ടെങ്കിൽ അനാഥാലയത്തിലെങ്ങനെ കൊണ്ട് കൊടുക്കളിയാ. അളിയനോട് പറഞ്ഞിട്ടൊരു എന്താ പറഞ്ഞ? അല്ല പറ. അല്ല, ഇങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പയുടെ ആസ്തി ഉണ്ടായിട്ടും എന്നാ അങ്ങനെ ഒരു അഹംഭാവോ ഒരു പൊങ്ങച്ചോ അതൊന്നും രമണേട്ടനില്ല പറയാനേ. അതാണ് തറവാടിത്തം. ചില ആൾക്കാരുണ്ട്, ഒരു തീപ്പെട്ടിക്കൊള്ളിയോളം എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് മറ്റതുണ്ട്, മറിച്ചതുണ്ട്. ഇത് നാട് നിങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ അങ്ങനെ വല്ലതും പറയോ? എനിക്കിപ്പോ 2 വീടുണ്ട്, 4 കാറുണ്ട്. അറബി നാട്ടിലാണെങ്കിൽ 3-4 റെസ്റ്റോറന്റ് ഉണ്ട്. എന്തിനാ? അറബികളാണ് എന്റെ പണിക്കാര്. ഏക്കർ കണക്കിന് സ്വത്തുണ്ട്. ഞാൻ ആരെങ്കിലും പറയണ്ട. അതാണ് തറവാടിത്തം. അതെന്നാ ആൾക്കാർക്കൊക്കെ അറിയും ചെയ്യാം. അതാണ്. അല്ല രമണേട്ടാ, ഈ കല്യാണക്കാരിയൊക്കെ എവിടെ വരെയായി? അത് പറയാനല്ലേ ഞങ്ങൾ വന്നത്. എടാ, അമ്മായി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ അളിയാ. എടാ, മെട്രോക്കാരന്റെ കല്യാണമേ അവരിപ്പോ വേണ്ടെന്ന് വെച്ചു. അതെയോ? ആരതി ഇപ്പൊ പറയുന്നത് അവക്ക് ഭംഗിയെ തന്നെ മതിയാണ്. അല്ല, അനുദനെ തന്നെ മതിയാണ്. അളിയൊന്നും ഉണ്ടായിരുന്നേ? ഞാൻ പറഞ്ഞോളാ അളിയാ. അല്ല അനന്ത, ഈ പെണ്ണുങ്ങളുടെ ഒരു മനസ്സാണല്ലോ. അത് ചിലപ്പോ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും. കുറങ്ങന്മാരെ മതി. അവൾക്ക് ഇപ്പൊ ഒരു ആഗ്രഹം, അവൾക്ക് അനന്തനെ കെട്ടിയാൽ മതിയെന്ന്. പിള്ളേരുടെ ഒരു ആഗ്രഹത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണ്ടേ കാരണന്മാര്? അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് സമ്മതിച്ച്, ഞങ്ങളത് അങ്ങോട്ട് ഉറപ്പിച്ച്. അല്ല മാവാ, അതിപ്പോ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ കൊച്ചല്ലേ അനന്തൻ.
ചെറുതായിട്ട്. ഞാനൊരു ദിവസം ഒരു 10-30 പ്രാവശ്യം കയറി ഇറങ്ങുന്ന കോണിയാ. അതെ, മോളിലെല്ലാം പഴയ പോലെ തന്നെയല്ലേ? ആ, മോളിലൊക്കെ എല്ലാം പഴയ പോലെ തന്നെ. പക്ഷെ ഞാൻ പഴയ പോലെ അല്ലല്ലോ. ഒന്ന് പോകായത്രി. അതെ, ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ താഴെയൊക്കെ കാണാം. വേണമെങ്കിലാ? അല്ല, ഇനിയിപ്പോ കുഴപ്പമില്ല, താഴെ കാണുന്നോണ്ട്. കുഴപ്പമില്ലെന്ന് ഇതെന്തൊക്കെ ഈ ചേച്ചി പറയുന്നത്? അതല്ല, ഇപ്പൊ മോളിലെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ താഴെയുള്ള സ്ഥലങ്ങൾ കാണുന്നോണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ശാസ്ത്രം. ഗായത്രി വന്നേ. അമ്മായി ഇതെപ്പോഴാ വന്നേ? ആഹാ, അമ്പിളി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ റൂമിലുണ്ടായി. ആ, ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. അനന്തേട്ടൻ പറഞ്ഞ അമ്മായിയൊക്കെ വരുമെന്ന്. അനന്തനോ? അതിന് ഞങ്ങൾ വരുന്ന കാര്യം അനന്തൻ അറിയില്ലല്ലോ. ഇല്ല, അനന്തേട്ടനെ അറിയില്ലല്ലോ അത്. അനന്തേട്ടൻ വേറൊരാൾ വരുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഞാനതിപ്പോ പെട്ടെന്ന് അമ്മായിനോട് പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. അനന്തേട്ടൻ അറിഞ്ഞൂടാ, ഇപ്പൊ അമ്മായിയൊക്കെ വന്നല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെ ഇരുന്നപ്പോ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങണോന്ന് തോന്നി. പിന്നെ വെറും ചുമ്മാ വന്നതല്ലെന്നും കൂട്ടിക്കോ. അതെന്ത്? എടാ, ഇവര് വന്നതേ ഇപ്പൊ ആരതി പറയുന്നത് അവൾക്ക് അനന്തനെ മതിയെന്നാ. അപ്പൊ ആ കാര്യം ഒന്ന് ആലോചിച്ചുറപ്പിക്കാനും കൂടി വേണ്ടി വന്നതാ. അത് നല്ലതാണ്. അപ്പൊ നമ്മുടെ ബന്ധം ഒന്ന് മുറുകയും ചെയ്യും. ആ ബന്ധത്തിലൊരു കുന്തവും ചാരാ. അമ്മാവനെന്ത് ഓർത്തിരിക്കണം. ഞാൻ അമ്മാവനെ കാണട്ടെ. ശരി ശരി ശരി. നിന്റെ കല്യാണ കാര്യത്തിൽ എന്താ തീരുമാനം? എനിക്ക് അത് അറിയണം. കല്യാണക്കാര്യം തന്നെ നമുക്ക് തീരുമാനിക്കണം. ഇല്ലെങ്കിലേ കുമാരിനെ വേറെ അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടോ? അത് പശുവൊന്നല്ല കയറഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാൻ. കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞോട്ടാ. നീ ഒന്ന് തിടുക്കം കൂട്ടാണ്ടിക്കടാ. അത് എന്തിനെങ്ങനെ തിടുക്കം കൂട്ടണേ? കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ നമ്മളൊന്ന് അങ്ങോട്ട് ചെന്ന് ചെറുക്കനും പെണ്ണൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ അതിന്റെ ഒരു രീതിയുണ്ട്. അങ്ങനെ അത് ചെയ്യാ. അമ്മാവനും അവിടെ പോയിട്ടേ പീതാംബരേട്ടനോട് പറയും ഇവിടെ വന്ന് അന്വേഷിക്കാൻ. പീതാംബരേട്ടനോട് ഞാൻ പറയാ. അതുകൊണ്ടിപ്പോ നീയേ അമ്മാവ് അവിടെ വേറൊരു ആലോചന നടക്കുന്നുണ്ട്. അയാളെ കെട്ടിക്കൊണ്ടുപോയാലോ? അയാള് കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടോട്ടെ. അപ്പൊ ഞാനോ? നീ വേറെ കെട്ടണം. എന്റെ പട്ടി കിട്ടും വേറെ. എനിക്ക് കുമാരിനെ മതി. കുമാരി വേറെ ആരെയും കല്യാണം കഴിക്കണ്ട. എന്താ നീ ഇപ്പൊ ഇങ്ങനൊക്കെ തീരുമാനം എടുക്കണം? അങ്ങനെയാണ്. എന്നെ മനസ്സിലാക്കുന്ന ആളാണ് കുമാരി. എന്നെ നന്നായിട്ട് അറിയാം അവക്ക്. അവളെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കണോ. അപ്പൊ എനിക്ക് അവളെ മതി. വേറെ ആരെയും ഞാൻ ചോദിക്കില്ലല്ലോ. അവള് വല്ല കൈവശം തന്നാ നിനക്ക്? കൈവശം ഒന്നും തന്നില്ല, സ്നേഹം തന്നുള്ളൂ. ഇവിടെ പാനത്തേട്ടന്റെ കല്യാണം ആവാറായി. അനിയൻ കെട്ടി. ഇനിയിപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുക. അപ്പുണ്ണേ, നിന്റെ കാര്യത്തിൽ അമ്മാവന് താല്പര്യം. അമ്മാവൻ താല്പര്യം എടുക്കണം. എടുക്കടാ, അത് നമ്മൾ ചെയ്യും. നീ അങ്ങനെ വിഷമിക്കണ്ട. നീയാണ് ഇന്നൊന്ന് ബുദ്ധിമുട്ടിക്കാത്ത ഒരാള്. അതെ, ആ പയ്യൻ എന്നെ വിളിയോട് വിളി. ചേട്ടാ, കാര്യങ്ങൾ എന്തായെന്ന്. ഞാനിപ്പോ ചെറുക്കനോട് എന്നാ പറയണ്ടേ? അല്ല, പെട്ടെന്ന് ഞാനിപ്പോ എന്ത് പറയാനാ? ചേട്ടനല്ലേ ഈ കുടുംബത്തിന് നാഥൻ. അപ്പൊ ചേട്ടനൊരു അഭിപ്രായം പറയണ്ടേ? മോക്ക് അത്ര താല്പര്യമില്ലടൂ. മോൾക്കത്ര താല്പര്യം ഇല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറയണം. വേണോ വേണ്ടെന്ന്. വേണ്ടെങ്കിൽ തീർത്തങ്ങ് പറയണം. വേണ്ട എന്നാ പിന്നെ വേണ്ട. അങ്ങനൊക്കെ തീർത്ത് പറയല്ലോ. ഒന്ന് ആലോചിച്ചിട്ട് കാര്യം പറ. മോക്ക് അത് ഇഷ്ടപ്പെടുത്തില്ല. മോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ആലോചിച്ചാലോ. വേറെ? അത് അവക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ഇഷ്ടപ്പെടില്ല എന്ന് പെട്ടെന്ന് പറയല്ലേ. ചെറുക്കനെ കുറിച്ച് കേട്ടിട്ട് മറുപടി പറ. ഒരഭിപ്രായം പറ. എന്നിട്ട് മോള് താല്പര്യം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറ. ഈ പയ്യൻ എന്ന് വെച്ചാൽ മാരേജ് ബ്യൂറോയിലെ മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. അത്യാവശ്യം ക്യാഷ്, സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബ മഹിമ. പിന്നെ ഈ ചെറുക്കനെ കുറിച്ച് നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ്. ഒരു നെഗറ്റീവും ഇല്ല. ആലോചിക്കട്ടെ. അല്ല, ഈ ചെറുക്കൻ ഇപ്പൊ എവിടെ ഉണ്ട്? ചെറുക്കൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ട്. തൊട്ടടുത്തെന്ന് പറഞ്ഞ ചേട്ടന്റെ കൃഷ്ണമണിയുടെ അടുത്ത് തന്നെ ഉണ്ട്. അല്ല, അതാരാ? ഈ ഞാൻ ബിജു പിസി. ഞെട്ടിയില്ലേ? ഞെട്ടിക്കും ഞാൻ. ബിജു ചെല്ലേ. ഞാൻ ഈ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, എത്രയൊക്കെ ആലോചന കൊണ്ടുവന്നിട്ടും കുമാരി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കുമാരി എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എന്തോ ഒരു ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഞാൻ കുമാരിയെ കണ്ടിട്ടും ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് ആലോചിക്കട്ടെ. ബിജു ചെല്ലേ. ബിജു അല്ല, മാമൻ അങ്ങനെ തീർത്തങ്ങ് പറയല്ലേ. മാമനൊന്ന് ആലോചിച്ചിട്ട് പറ മാമ. അറിയപ്പെടാ, പെണ്ണാലോചനയായിട്ട് വന്നിരിക്കും. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. വന്നു കയറിയ മഹാലക്ഷ്മിയെ നിങ്ങൾ പുറംകാലം കൊണ്ട് തള്ളിക്കളഞ്ഞത്. ആയിക്കോട്ടെ. കാലിക്കടിച്ച കമ്പനിക്ക് നഷ്ടം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആ ശരി, അതാ നല്ലത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. അറിയപ്പെടാ.
ഷൈന എന്താ പുണ്യേട്ടാ എന്തെങ്കിലും വേണോ? പിന്നെന്താ പതിവില്ലാതെ അടുക്കളയിലോട്ട്? ഒന്നുമില്ല. കട്ടൻ വേണോ? വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞൂടാ പുണ്യേട്ടാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. വേണ്ട, ഇവിടെ ഇരിക്കുക, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്തിനാ കത്തിയൊക്കെ എടുക്കുന്നേ? അതോടെ വെച്ചേ. ഞാൻ പയറാരിയനാ. വേണ്ട, ഞാൻ അറിഞ്ഞോളാം. എനിക്ക് കട്ട മതിട്ടാ. ഇവിടെ കയറി കുത്തിരിക്ക. ഞാൻ അവിടെ ഒക്കെ അന്വേഷിച്ചു നിന്നെ. എന്താ ഷായനന്ന് കറക്കി പോണേ? മീനിന്റെ വകയാവാ. മത്തിയ കിട്ടിയേ. അപ്പുണ്യേ, ഒരു കാര്യഗൗരവമുള്ള കാര്യം നിന്നോട് പറയാനാ ഞാൻ ഇപ്പൊ വന്നേ. പശുവിന് വെക്കണ കാര്യമാണ് എന്നോട് പറയണ്ട. അയ്യോ, ഇത് അതൊന്നല്ല. ഇത് കേട്ടിട്ട് നീ ഞെട്ടാൻ നിൽക്കരുത്. എന്താ? അല്ല, അതൊക്കെ ഞാൻ പറയാം. അതേ പറയട്ടെ, ഞാൻ കുമാരിയുടെ അച്ഛനെ കണ്ടിരുന്നു, പീതാംബരേട്ടനെ. എന്താ പറഞ്ഞേ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ ഇപ്പൊ ഒരു കല്യാണാലോചന വന്ന് പോയിണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ബന്ധം അവർക്കൊക്കെ താല്പര്യമില്ല. കുമാരി പറഞ്ഞ? കുമാരിക്ക് താല്പര്യമില്ലാത്ത. അവൾക്ക് നീ അല്ലാണ്ട് വേറെ ബന്ധം വേണ്ടെന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അവള് പറയും. സന്തോഷായില്ലേ? സന്തോഷമായില്ല. പങ്കിമാവനല്ലേ പറഞ്ഞേ? പങ്കിമാവൻ നാക്കെടുത്ത നോണേ പറയുള്ളൂ. ഇതിനു മുമ്പ് എന്നെ പറ്റിച്ചിട്ടുണ്ട് പലതവണ, ഇല്ലേ? അതെയാ? എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ പറയുന്നേ? തുറന്നോ? ഇത് വളരെ ഈസി. തുറക്ക്. ആണുങ്ങൾ ചെയ്യേണ്ട ജോലി ആണുങ്ങൾ തന്നെ ചെയ്യണം. ഓ, മനസ്സിലായി? ചെയ്. എന്തോടി പശയിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കാന്നോ? പശ തേച്ചതല്ല, അടച്ചപ്പോ മുറുകി പോയതാ. ഒരു കാര്യം, ഷാഹിയുടെ കൈ കൊണ്ട് കൊടു. ഷാഹിനെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് എന്റെ കൊണ്ട് തന്നത്. ഞാൻ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ടാണ് നിങ്ങളുടെ കൊണ്ട് തന്നത്. ആണോ? എന്നാ അവിടെ കൊണ്ടുപോയി. അവൻ വരട്ടെ. ആരാ? പങ്കി വരട്ടെ, അവനെ കൊണ്ട് തുറപ്പിക്കാം. പങ്കി ഇവിടെ ഇല്ല, അവൻ ദൂരെ എവിടെ പോയിരിക്കുക. ഇപ്പോഴത്തെ കാര്യത്തിന് ഇപ്പൊ തുറക്കണ്ടേ? ഇനിയിപ്പോ ജീരകം ഇല്ലാണ്ട് കൂട്ടാൻ വെക്കാം, അല്ലാണ്ട് എന്താ ചെയ്യാ? അതെ, ആണുങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ബലരാമെന്ന് പേര് മാത്രമേ ഉള്ളൂ, വില ഒന്നും ഇല്ല. വയസ്സായില്ലോടി. അയ്യോ, നേരത്തെ ആണല്ലോ. അല്ലേ, ദേവിക ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അമ്മേ, എന്താണ്? വലിയ സന്തോഷത്തിലാണല്ലോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. എനിക്ക് ട്രാൻസ്ഫർ ആയമ്മേ. ആണോ? അയ്യോ, എങ്ങോട്ടാ മോളെ? നാട്ടിലേക്ക് തന്നെ അച്ഛാ. അപ്പൊ പെട്ടെന്ന് പോകേണ്ടി വരുമോ മോളെ? പുതിയ ആള് വരുമ്പത്തേക്കിനും പോകേണ്ടി വരും. അയ്യോ, എന്നാലും അത് ഭയങ്കര സങ്കടമായി പോയി. അയ്യോ, അമ്മയ്ക്ക് വിഷമായോ? പിന്നെ നീ പോവാന്ന് പറയുമ്പോ അമ്മയ്ക്ക് വിഷമാവൂലേ? അല്ല, പക്ഷെ ഒരാൾ വരുമ്പത്തേന് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അതെ, സർക്കാർ പറഞ്ഞ പിന്നെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഞാൻ ഷാഹിനോട് ഒന്ന് പറയട്ടെ, അവക്ക് സന്തോഷമാവും കേൾക്കുമ്പോ. അല്ല ദേവിയെ, അല്ല സീതേ, നീ പറഞ്ഞത് നേരാ. അവള് പോവാന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കി കുത്തുന്ന പോലെ. അയ്യടാ,
എനിക്ക് ഒരു ചങ്കി കുത്തലുമില്ല. എനിക്ക് നല്ല സന്തോഷം. ആ പക്ഷെ അത് അവളുടെ മുഖത്ത് നോക്കി കാണിക്കാൻ പറ്റുമോ? ആ പിന്നെ പിള്ളേര് പോകുന്നതിൽ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ട്. അവളും കുട്ടികളും പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്തിന്? എന്റെ നോവൽ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരുന്നല്ലോ ദേവിക. അയ്യടാ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് നൈറ്റ് ആയല്ലോ. സർ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ കാര്യം? ഈ എന്റെ ട്രാൻസ്ഫറേ ക്യാൻസൽ ആക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടില്ല ട്രാൻസ്ഫറിന് കൊടുത്തത്? ശരിക്കും ഞാൻ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ട്രാൻസ്ഫർ ചോദിച്ചത്. പിന്നെന്തേ? പക്ഷെ ട്രാൻസ്ഫറിന്റെ കാര്യം സാറിന്റെ അമ്മയോട് വന്ന് പറഞ്ഞപ്പോഴേ സാറിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്ന്. സാർ എങ്ങനെയെങ്കിലും ആ ട്രാൻസ്ഫർ ഒന്ന് ക്യാൻസൽ ചെയ്ത് തരണം സാർ. അല്ല മോളെ, അമ്മ ഒന്നും പറയണ്ട, എനിക്കറിയാം അമ്മയുടെ വിഷമം. എന്നെ പിരിഞ്ഞിരിക്കാൻ വിഷമാണെന്ന് നേരത്തെ കൂടെ പറഞ്ഞതല്ലേ അമ്മ? അതെ സാർ, എങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ആക്കി തരണം സാർ പ്ലീസ്. അതിനെ ഒന്നുമില്ല, നേരെ ഓഫീസിൽ പോവുക. ഓഫീസിൽ പോയിട്ട് സൂപ്രണ്ടിന് ഒരു അപേക്ഷ കൊടുക്കുക. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ ട്രാൻസ്ഫർ ഫ്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീസ് ആവും? പിന്നെന്താ? അത് മോളെ അമ്മ ഒന്നും പറയണ്ട അമ്മേ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുഞ്ചുനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന്. എനിക്കറിയാം അമ്മയുടെ വിഷമം. ഇനിയുള്ള കാലം സാർ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ മതി. അമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും വേണ്ട സാർ. അപ്പം ഈ പറഞ്ഞ പോലെ സാർ ഒന്ന് ഫ്രീസ് ചെയ്യാനൊന്ന് സഹായിക്കണം സാർ. അതൊന്നുമില്ല, പോയി പറഞ്ഞാൽ മതിയല്ലോ. ശരി സാർ, സന്തോഷമായില്ലേ അമ്മ? താങ്ക് യു സാർ. അമ്മേ, ദൈവം ഉണ്ടമ്മേ. ഞാൻ പോവല്ലേ എന്നുള്ള അമ്മയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവം കേട്ട്. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ഇതാണ് ഓരോന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് പറയണം, ഇല്ലെങ്കിൽ അതെങ്ങനെ ഇരിക്കും. ഇന്നലെ ഇവനുണ്ടല്ലോ ആ ദേവികയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആണോ? ആണോ? എന്റെ പാങ്ക്യമ്മ, എന്താണ് നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ അവളുടെ റൂമിൽ കയറിയത്? നീ എന്താ പറയണ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളുടെ റൂമിൽ പോയത് അല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അതിന്റെ ഉള്ളിൽ കയറി ഓടേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? നീ പറഞ്ഞ അനുസരിക്കാണ്ടിരിക്കേ. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഞാൻ ബൾബ് മാറ്റാൻ പോയതാണ്. ഇവൻ പറഞ്ഞിട്ടാ ഞാൻ പോയതാണ്. സംഗതി അത് പറഞ്ഞത് സത്യം തന്നെയാണ് അമ്മേ. അതായത് അവളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ ആ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട്, അത് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഞാനിപ്പോ ഈ സമയത്ത് എങ്ങനെയാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ നിൽക്കുക. അപ്പണ്ട് പങ്ക്യാമ വരുന്നു. ഞാൻ പറഞ്ഞപ്പോ അതെ, അപ്പൊ പങ്ക്യാമോട് പറഞ്ഞു എന്താ പങ്ക്യാമ അവളുടെ റൂമിൽ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട്, അത് ഒന്ന് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ ശരി ഞാൻ നോക്കണം, ഞാൻ മാറ്റി കൊടുക്കാന്നും പറഞ്ഞു. അതിൽ അപ്പൊ തന്നെ പോയിട്ട് മാറ്റണം എന്ന് ഞാൻ അറിയൂ. ഞാൻ ആനന്ദം നീ വെറുതെ കിടന്ന് ഉരുളരുതിട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഇതിപ്പോ നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയ പ്ലാനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, ചേച്ചി അല്ലെങ്കിലും ഉണ്ടല്ലോ, ഇനിയിപ്പോ കൊടല്ലാം അങ്ങോട്ട് പറിച്ചു തന്നാലും അത് വാഴുന്നാരാന്നാ പറയുള്ളൂ. അതാണ്. അയ്യടാ, അതിനുള്ള പക്വതൊക്കെ എനിക്കുണ്ട്. കൂടുതലൊന്നും പറയണ്ട. എന്താ അവൾ ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കണത്. നീ അവളോട് ചെന്നിട്ടേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു വയ്ക്കാൻ നോക്ക്. എന്റെ അമ്മ അവള് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവാനിരുന്നതല്ലേ, അപ്പൊ അമ്മേനെയാണ് ചെന്നിട്ട് വേറെ ഇല്ലാത്ത വിഷമങ്ങളൊക്കെ കാണിച്ച അവളുടെ മുമ്പിൽ. ഈ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് ഇറക്കേണ്ട കാര്യം എന്ത്? ഇപ്പൊ അത് അവൾക്കൊരു വിഷമായി എന്നാ പറയണത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്ക്. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു വിഷമമില്ല. ആ വിവരം നീ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ പറഞ്ഞു വയ്ക്കാൻ നോക്ക്. അതന്നെ നല്ലത്. അവിടെ പോട്ടെ. ആളിവിടെ ഉണ്ടാവുമ്പോഴാണല്ലോ ഈ ബൾബ് മാറ്റേണ്ട വരണേ. എന്റെ ആവശ്യമില്ല, പറഞ്ഞോട്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അത് കൂടെ അല്ലാണ്ട് ചതിക്കല്ലേ ഈ കൂടെ. എന്താ ഒന്നുമില്ല എന്റെ അമ്മയെ നോക്കാം. നോക്കിയാ പോരാ, പറഞ്ഞയക്കണം. പറഞ്ഞയക്കാം. വങ്കിയ വന്ന് ചായ കുടിച്ചോ? എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുക. അവന്റെ അമ്മയോട് കൊണ്ടോക്കോ. അത് സുഖമായില്ലോ അല്ലേ? ഏത് വീട്ടിലേക്ക് പോണ കാര്യം പറയണ്? എന്റെ വീട്ടിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക് എന്താ എനിക്ക് അങ്ങോട്ട് പോയിക്കൂടെ? നീ എന്തിനാ പോണ്? അവള് പോയാ പിന്നെ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? പിന്നെ നീ എനിക്ക് എന്തിനാ പോണ്ട്? ഇപ്പൊ ഞാൻ കാരണം ആകെ പ്രശ്നമായിട്ടുള്ളത് ഇവിടെ. അമ്മേ, അവിടുന്ന് ആരെങ്കിലും വന്നിരുന്നോ? എവിടുന്ന്? ആര്?
കുമാരിയുടെ വീട്ടിൽ നിന്ന് കുമാരിയുടെ അച്ഛൻ പീതാംബരേട്ടൻ വരുന്നു പറഞ്ഞിരുന്നേ. നീ ഞാൻ ഇല്ലാത്തപ്പോ വന്ന് പോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അവനും എന്റെ ഒരു കുമാരിയും. അവള് വേണ്ട ഇവിടെ. അമ്മ എന്ത് വർത്താനായി പറയണേ? അമ്മയല്ലേ പറഞ്ഞത് അവിടുന്ന് ആരെങ്കിലും വന്നാ ആലോചന നടത്താനൊക്കെ. നിനപ്പം എന്താ ഇങ്ങനെ പറയണേ? ഇനി കുമാരിയുടെ ആലോചന എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതെന്തേ അമ്മയ്ക്ക് പറ്റിയേ? അവരിപ്പോ വരും കേട്ടോ. വർഷത്തെ ഞങ്ങളെ അടുത്ത മാസത്തെ തീയതികളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. ഒന്ന് കറക്റ്റ് ചെയ്യായിരുന്നു. കേട്ടോ രമണാളിയാ, നമുക്കിപ്പോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു തീയതി ഒന്നും വേണമെന്നില്ല. ഏതെങ്കിലും ഒരു തീയതി മതി, ഞങ്ങൾ റെഡിയാ. അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ ഇല്ലേ? അയ്യോ ഒരുങ്ങാനായിട്ട് ഒരു 10-15 മിനിറ്റ് പോരെ? അതല്ല രമണ, കല്യാണത്തിന് അതിന്റേതായ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. ആ കാര്യം പറഞ്ഞത്. അയ്യോ അത് വേണം കേട്ടോ. പിന്നെ അനന്തന്റെ ലീവിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അത് നോക്കണം. പിന്നെ അമ്പിളിയുടെ ലീവ് അതും കാര്യമായിട്ട് നോക്കണ്ടുണ്ട്. ഈ അമ്പിളിയുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, അപ്പുള്ളിയുടെ കാര്യം നോക്കണ്ടേ? അവന് കുറഞ്ഞ ഒരു 3-4 ദിവസത്തെ ലീവെങ്കിലും വേണ്ടേ? അതെ, അപ്പുള്ളിക്ക് ലീവ് കിട്ടുമോ? അല്ലാണ്ട് അവന് ഈ പശുവിന്റെ കാര്യത്തിൽ വലിയ തിരക്കില്ലല്ലയോ? അല്ല, പശു ലീവ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അല്ലത് അങ്ങനെ എന്താ അത് അങ്ങനെ കൊടുക്കും. അത് കൊടുക്കും എന്റെ അളിയാ. അവര് വരട്ടെ. എന്തായി തീയതിയുടെ കാര്യം? എന്നിട്ട് തീയതി എന്ന് പറയുമ്പോ അടുത്ത മാസത്തിലേക്ക് മിഥുന മാസം ഞാൻ തിരുമുൽപ്പാടിനെ പോയി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത് 10, 16, 25 അങ്ങനെ 3 തീയതിയാ ഉള്ളത്. ഈ 10-ാം തീയതി നടത്താനാണെങ്കിലും ഞങ്ങൾ റെഡിയാണ്. കാരണം എന്താണെന്നറിയാം, നമുക്ക് ഈ വിളിക്കാൻ പോകാനുള്ള ഈ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവന്റ് മാനേജ്മെന്റ് ആരും നോക്കൂലേ. നമ്മൾ ക്യാഷ് അങ്ങോട്ട് വിതറിയാൽ മതി. ക്യാഷിനാണെങ്കിൽ എനിക്കൊരു പഞ്ഞമില്ലല്ലോ. ഐ ഹാവ് നോ മണി. അയ്യോ, അപ്പൊ ഞങ്ങൾ ഒന്നും അറിയണ്ട. ചെറുക്കനെ ഇങ്ങോട്ട് പന്തലിലേക്ക് ഇറക്കി വിട്ടാൽ മാത്രം മതി. കൊത്തിക്കൊണ്ട് ഞാൻ ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ആയുള്ളൂ. എടാ രമണ വന്ന എന്തിനാന്നറിയോ? കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പഴേ 3 തീയതിയാണ് പറയണതേ. 10, 16, 25. അതാണ് ഏറ്റവും നല്ല തീയതികൾ എന്നാണ് ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ തിരുമുൽപ്പാടിനെ കൊണ്ട് എഴുതിച്ചതേ. അപ്പൊ ഈ 10-ാം തീയതി ആണെങ്കിലും ഞാൻ റെഡിയാണ്. അതല്ല വെച്ചാൽ നമുക്കൊരു 16-ാം തീയതി നടത്താം. 16, 10 അല്ലേ? അല്ല, അപ്പൊ 16-ാം തീയതിക്ക് നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാ? 16-ാം തീയതി ലോക്കൽ കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി പോകണ്ടല്ല. അപ്പൊ കുഴപ്പമില്ല. 16-ാം തീയതി ഓക്കെ. ഇല്ല, 16-ാം തീയതി പറ്റില്ലല്ലോ. 16-ാം തീയതി പറ്റില്ല. അല്ല, മറ്റേ ഇതുണ്ടല്ലോ, 17-ന് ചാട്ടല്ലേ? ചാട്ടം? അയ്യോ, 16-ാം തീയതി പറ്റില്ല. അതൊരു ചാട്ടം. ചാട്ടല്ല, ചാടിക്കും അവര്. അതായത് ഞാൻ മറ്റേ ഈ ഫീൽഡ് വർക്കൊക്കെ പോകുന്നതല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഇൻസ്പെക്ഷൻ വരും. 16-ഉം 17 ഒക്കെ ആയിട്ട് ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പൊ എങ്ങാനും ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസർ ചാടിക്കും. അത് ഞാനിപ്പോ തൊട്ട് പറഞ്ഞു. ആ ചാട്ടായിരുന്ന ഞാൻ വിചാരിച്ചത് എന്ത് ചാട്ടായിരിക്കും. അപ്പൊ നമുക്ക് 25 ഉറപ്പിച്ചാലോ? 25 കുഴപ്പമില്ല അല്ലേ? ഇല്ലേ, 25 കുഴപ്പമില്ല. അപ്പോഴൊക്കെ ചാടിച്ചിട്ടുണ്ടാവും. കുമാരി എങ്ങോട്ടാ വേണേ? ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാൻ പോട്ടെ. പോലെ അവിടെ നിക്ക്, ഒരു കൂട്ടം പറയാണ്ട്. എനിക്കൊന്നും കേക്കണ്ട. ഇതെന്തൊരു ഗൗരവന്ന്? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലേ? എന്തുണ്ട്? അച്ഛൻ ചീത്ത പറഞ്ഞാ? ഇല്ല. പിന്നെ ആരാ? ഒന്നുമില്ല, എനിക്ക് പോണം. എന്നും കാണുന്ന കുമാരി അല്ലല്ലോ. ഈ കുമാരിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്കറിയില്ല. എന്നാ ഞാൻ സന്തോഷമുള്ള കാര്യം പറയട്ടെ? പറയ്. അനന്തേട്ടന്റെ കല്യാണം ഉറപ്പിച്ച് 25-ാം തീയതിയാ. നന്നായി. എന്ത് നന്നായിന്ന്? അനന്തേട്ടന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ ആരുടെ കല്യാണം എന്നറിയോ? അപ്പുണ്ണിയുടെ കുമാരിയുടെ കല്യാണ. എന്റെ കുമാരിക്ക് ഒരു സന്തോഷമില്ലാത്ത കല്യാണ കാര്യം പറഞ്ഞിട്ട്? നടക്കാത്ത കാര്യം ആലോചിച്ച് സന്തോഷിക്കാൻ അറിയില്ല പുണ്യേട്ടാ. നടക്കാത്ത കാര്യോ? നമ്മുടെ കല്യാണോ? അതാരും നടക്കൂലെന്ന് പറഞ്ഞേ? നടക്കില്ല, അത്ര തന്നെ. അതെങ്ങനെയാണ്? ഇന്നലെ വരെ നടക്കും പറഞ്ഞ കാര്യം ഒന്നും നടക്കൂലെന്ന് പറയാ.
അമ്മ പറഞ്ഞല്ലോ കുമാരിയുടെ അച്ഛൻ വീട്ടിൽ വന്ന് സംസാരിച്ച കല്യാണം നടക്കുന്നു. കുമാരി അച്ഛനോട് പറഞ്ഞു വീട്ടിൽ വരാൻ. അച്ഛൻ വന്നാ പുണ്യേട്ടനെ അറിഞ്ഞില്ലേ? അച്ഛൻ വന്നാ എന്നിട്ട് ഉറപ്പിച്ചാ? അപ്പൊ എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അച്ഛൻ വരികയും ചെയ്തു. പുണ്യേട്ടന്റെ അമ്മ കണക്കിന് അപമാനിച്ച് വിടുകയും ചെയ്തു. അച്ഛനെയാ? അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോഴാ? അമ്മ എന്താ പറഞ്ഞേ? ഇനി ഈ കാര്യം പറഞ്ഞ അങ്ങോട്ട് വന്നാലേ മുട്ടുകാല് തല്ലി ഓടിക്കുന്നു. അങ്ങനെ പറഞ്ഞ അമ്മ? ഈ തള്ളക്കത് എന്തിന്റെ സൂക്കടാണ്. ഞാനിതൊന്നും അറിഞ്ഞില്ല കുമാരി. എപ്പോഴാ അച്ഛൻ വന്നൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്കൊന്നും പറയാനില്ല. കുമാരി സങ്കടപ്പെടല്ലേ? അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ല. ഇനി എനിക്ക് പോവാലോ? ഇനി അപ്പുണ്ണേട്ടൻ എന്നോട് മിണ്ടാൻ വരരുത്. അങ്ങനെ പറയല്ലേ കുമാരി, എനിക്ക് സങ്കടമാവത്. പരമാവധി എന്നെ കാണാതിരിക്കാൻ ശ്രമിക്കണം അപ്പുണ്ണേട്ടൻ. ഇനി എന്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാനും പറയരുത്. അമ്മക്കിത് എന്തിന്റെ കേടാണ്. എന്താണ്? എന്ത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു? ഞങ്ങള് വെറുതെ ചായ ഇടുന്ന കാര്യം പറയായിരുന്നേ. അല്ലല്ല, ഞങ്ങള് ചേച്ചിയെ പറ്റി പറയായിരുന്നു. എന്നെ പറ്റിട്ടോ? ആ, ചേച്ചിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യം പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ചേച്ചി ട്രാൻസ്ഫറിന്റെ കാര്യം? ട്രാൻസ്ഫറിന്റെ കാര്യല്ലേ? അതിന് 3 ആഴ്ച എടുക്കും. അതെന്താ മോളെ 3 ആഴ്ച? അല്ല ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരു സീറ്റ് ഒഴിവുണ്ടല്ലോ. സീറ്റോ? അല്ല സീറ്റല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന ഒഴിവിലേക്ക് ഒരാൾ വരണല്ലോ. അതിന് 3 ആഴ്ച എടുക്കും. 3 ആഴ്ച കഴിഞ്ഞ് ആ ആൾ ഇവിടെ വന്നാല് മുതലാളി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. മുതലാളിയോ? മുതലാളിയല്ല, ആ ചേച്ചി അല്ല സൂപ്രണ്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ പുള്ളിക്കാരൻ വരണം, പുതിയ ആളെ. അതിന് വേണ്ടിട്ട് 3 ആഴ്ച എടുക്കും. അല്ല അയാൾക്ക് ഇപ്പൊ തന്നെ വന്ന് ജോയിൻ ചെയ്ത എന്താ കുഴപ്പം? അല്ല അയാൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. 3 ആഴ്ച കഴിയണം എന്നാ പറഞ്ഞേക്കുന്നത്. അതെന്ത്? അയാളുടെ അമ്മായിമ്മ പറയാൻ കിടക്കുന്ന? അതെ, അമ്മായിമ്മയല്ല, ഭാര്യ പറയാൻ കിടക്ക. എന്നാ പിന്നെ വേഗം ഒന്ന് പറയാൻ പറ. ഇതെന്ത് പൊട്ടത്തരായി പറയുന്നത്? അതിനൊക്കെ ഒരു നേരവും കാലമല്ലേ, പെട്ടെന്ന് പറ്റുമോ? അതെ, നേരവും കാലമുണ്ട്. ആ നേരവും കാലമാണ് 3 ആഴ്ച. പുള്ളിക്കാരന്റെ ഭാര്യ പ്രസവിക്കുന്നു, 3 ആഴ്ച കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇവിടെ വരുന്നു, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുന്നു. എന്നാ പിന്നെ ചേച്ചി ആ 3 ആഴ്ചത്തേക്ക് ഒരു വാടക വീട് എടുത്താലോ? അത് ഷാഹിന് പറഞ്ഞതിൽ കാര്യമുണ്ട്. 3 ആഴ്ചത്തേക്ക് ഒരു വാടക വീട്ടിലോട്ട് മാറിക്കൂടെ മോൾക്ക്? 3 ആഴ്ചത്തേക്ക് വാടക വീടെന്ന് പറയുമ്പോ അല്ലമ്മ, അതെ, ഈ 3 ആഴ്ചത്തേക്കായിട്ട് നമ്മളൊരു വാടക വീട്ടിലേക്ക് മാറുമ്പം അവിടുത്തെ അടുക്കള സാധനങ്ങളും കിടക്കാനുള്ള കട്ടിലും തലേണയും എല്ലാം കൂടെ പെട്ടെന്നൊരു 3 ആഴ്ചത്തേക്ക് വാങ്ങിക്കാന്ന് പറയുന്നത്, പിന്നെ ഇതെല്ലാം കൂടെ ചുമന്ന് കെട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു പോകണം ട്രാൻസ്ഫർ ആകുമ്പം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ? മാത്രമല്ല ഈ 3 ആഴ്ചത്തേക്ക് മാത്രമായിട്ട് അങ്ങനെ വാടക വീട് കൊടുക്കത്തില്ല. അല്ല അത് മാത്രല്ല, പെട്ടെന്ന് ഞാൻ കുഞ്ചുവിനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴത്തേനും അമ്മയ്ക്ക് വിഷമാവത്തില്ലേ? കഴിഞ്ഞ ദിവസം കൂടെ അമ്മ പറഞ്ഞതല്ലേ അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്ന്. അത് ശരിയാ, പക്ഷേ ഒരു പക്ഷേ ഇല്ല. അമ്മയെ വേദനിപ്പിച്ചോണ്ട് എനിക്ക് ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ ആലോചിക്കുക എന്താന്ന് വെച്ചാല്, ആ സൂപ്രണ്ട് ഒന്ന് വിടണ്ടേ? സൂപ്രണ്ട് വിട്ടിരുന്നെങ്കിൽ എനിക്കൊക്കെ പോവായിരുന്നല്ലോ. സൂപ്രണ്ടോട് പോയി പണി നോക്കാൻ പറ ചേച്ചി. ചേച്ചി ആ ഫയലെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് പോക്കൊന്ന് പോകണം. അത് ശരിയാ. മോള് പോയിട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്നേ സൂപ്രണ്ടിനോട് പോയി പണി നോക്കാൻ പറ. അല്ല ഗതി കെട്ട് കഴിഞ്ഞാല് ഞാൻ ഫയലൊക്കെ വലിച്ചെറിഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കി സൂപ്രണ്ടിന്റെ 2 തല്ലും കൂടെ കൊടുത്തിട്ടേ പോവുള്ളൂ. അയ്യോ, തല്ലോ? പിന്നെ തല്ലാതെ പിന്നെ സൂപ്രണ്ടിന് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. എല്ലാം അറിയാവോ? എല്ലാം അറിയാം. എന്നിട്ടും കൂടെ നിന്നിട്ട് ഒരുമാതിരി അവിഞ്ഞ സ്വഭാവം കാണിക്കുന്നത് അത് ശരിയല്ലല്ലോ. അപ്പൊ കേട്ടോളിയാ, സംഗതി നമ്മുടെ ഗഫൂർ ദോസ്തിനെ നല്ല സ്നേഹമുള്ള ആളൊക്കെ തന്നെയാണ്. അതെ അതെ. പക്ഷെ എന്തൊരു പുള്ളിങ്ങോ തള്ളിനെ. യോ, കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നപ്പോഴേ ഇവന്റെ ഈ പൊങ്ങച്ച കേൾക്കാൻ ഞാൻ അങ്ങ് ഇരുന്ന് കൊടുത്തതേ ഉള്ളു. ഇങ്ങനെ ആദ്യം ഗൾഫിൽ നിന്ന് വന്നിട്ടേ
പെട്രോള് ഗൾഫിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറയുമല്ലോ, ഗൾഫ് നാട് പെട്രോളിന്റെ നാടാന്നൊക്കെ. പുള്ളി പറയാ അവിടെ പെട്രോൾ എടുക്കുന്നത് എങ്ങനെയാന്ന് അറിയോ പങ്കി? ഒരു കോലുകൊണ്ട് ഇങ്ങനെ തോണ്ടിയ പെട്രോളാണ്. അന്ന് നമുക്കിത് അറിയില്ലല്ലോ. ചെറുപ്പത്തിൽ ഇവര് പറയണ പോലെയൊക്കെ നമ്മളിവിടെ കിണർ കുഴിച്ച് വെള്ളം എടുക്കണ പോലെയാണ് അവിടെ പെട്രോൾ. അയ്യോ, ഇപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കുമ്പോഴേ ചിരിയും വരും. ആ പുണ്യ വരുന്നുണ്ട്. എന്നിട്ടില്ല കഴിച്ചോടാ. ഞാൻ മേലെ കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ അച്ഛാ. ഇത് എന്ന് തുടങ്ങിയത്? എന്ത് മേല് കഴിഞ്ഞിട്ട് കഴിക്കലൊക്കെ? ചാണാമാര് കൈകൊണ്ട് വന്ന് ഭക്ഷണം കഴിച്ചായിരുന്ന കുട്ടിയാ, ഇപ്പൊ മേല് കഴിച്ചിട്ട് കഴിക്കണു. അതെ, ഞാൻ ചാണകം വാരി കൈകൊണ്ട് കഴിച്ചാലും എനിക്ക് ദഹിക്കും. കാരണം ഞാനേ പറമ്പിൽ മുഴുവൻ അധ്വാനിച്ചിട്ട് വന്നാ തിന്നണത്. അമ്മാവൻ അങ്ങനെയല്ല, അമ്മാവന് ദഹിക്കാൻ സമയം എടുക്കും. വെറുതെ ഇരുന്ന് തിന്നല്ലേ. അവന്റെ വായിരിക്കുന്നത് കേട്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? ഏടായിട്ടേ എന്റെ കൗണ്ടറൊക്കെ നന്നായിട്ട് വിജയിക്കുന്നുണ്ട്. ഇതാരെ സഹായാന്ന് എനിക്ക് മനസ്സിലാവാത്ത. ചോദിച്ചു മേടിക്കണല്ലേ. അച്ഛനും അമ്മാനും കൂടി ഇപ്പൊ എങ്ങോട്ടാ ഡ്രസ്സൊക്കെ മാറ്റിട്ട് പോകാൻ പോണേ? ഞങ്ങൾ അധ്വാനിക്കാതെ കഴിക്കണവരല്ലടാ. ഇപ്പൊ ഒരു ദിവസം അധ്വാനിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാന്ന് വെച്ചു. എന്താ പത്ര അധ്വാനം? ഞങ്ങൾ രമണേട്ടന്റെ വീട് ഒന്ന് പോവാ. അതിപ്പോ അധ്വാന? യാത്ര ചെയ്യണ്ടാ, അത് അധ്വാനല്ലേ? ഓ, എന്തിനാ തിരക്കിട്ട് രമണേട്ടനോട് പോണാച്ചാ? എടാ, രമണൻ 2 പ്രാവശ്യം കൂടെ വന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നപ്പം നമ്മളെ എല്ലാരെയും കൊണ്ട് ക്ഷണിക്കുകയും ചെയ്തു. എന്നാ പിന്നെ അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ വരുന്നില്ലേ? അമ്മ വരുന്നില്ലെന്നോ? കൊണ്ടുപോയിരിക്കാൻ പറ്റുമോ? 4 കാലം നമ്മൾ മേക്കപ്പ് ചെയ്യാം. അനന്തേട്ടന്റെ കല്യാണക്കാരെ വന്നപ്പോ എല്ലാവർക്കും 4 കാലാ. എന്റെ കല്യാണക്കാരെ വന്നപ്പോ ഒരു കാലും ഇല്ല, ആർക്കും ഒരു ചിന്തയില്ല. എന്താ പുണ്യ നീ ഇങ്ങനെയൊക്കെ പറയണത്? ഇത് എങ്ങനെയാ പറയാ? അമ്മാവനോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ആനന്ദേട്ടന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, അത് നടക്കുന്നേ. നടക്കും. ഞാൻ ഒരു ഇഡ്ഡലിയും കൂടി എടുക്കണോണ്ട് നിനക്ക് വിരോധം ഉണ്ടാ പുണ്യേ? എടുത്തോ, അവ ആയെങ്കിലും ഇണങ്ങട്ടെ. അച്ഛാ, എങ്ങനെയാ പോണേ? ടാക്സിയിലാണോ? ഇത് എന്റെ കുടലും വായിലും ഒരു അവനോട് വർത്താനം പറഞ്ഞ ആളുകളുടെ മുമ്പിൽ നാണം കേടണേ. ഇങ്ങനെ ഒരു മുതല്. മുതലാളി, നീ പോയില്ല മനോഹര? നീ ഞാൻ പോവാൻ ഇറങ്ങിയായിരുന്നു, അപ്പൊ ഒരു ഓർത്തിട്ട് വന്നതാ. എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ അനന്തേട്ടന്റെ കല്യാണല്ലേ വരാൻ പോകുന്നത്. അതെ അതെ, കല്യാണം വരുന്നേ 25-ാം തീയതി. അതെ, അപ്പൊ ഇവിടുന്ന് കുറെ ആൾ അങ്ങോട്ട് പോണല്ലോ. അപ്പോ എങ്ങനെ പോവും? അതാലോചിക്കണം. നിങ്ങൾ ആലോചിക്കണ്ട, ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? 2 ടൂറിസ്റ്റ് ബസ്, 2 ടാക്സി, ഒരു 3 4 വരും. ഇതെല്ലാം പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. വിളിക്കട്ടെ? ഇന്ന് വണ്ടി ഏൽപ്പിച്ച ആളാണ്. മനോഹര കാലത്തോട്ട് നിന്നെ ഓങ്ങി വെച്ചേക്കണേ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നീ പോയേ. ഞാൻ പറഞ്ഞു. നീ പോടാ. ഏൽപ്പിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഏൽപ്പിക്കണ്ട, വേണ്ട. കണ്ട, ഇതാണ് ഇവന്റെ കയ്യിലിരിപ്പ്. പിന്നെ എങ്ങനെ കൂടെ നിർത്തണത്? ഇരിക്കട്ടെ, രസല്ലേ? രസമാണെ നിന്റെ വാപ്പാടെ കൂടെ നിർത്ത. എനിക്ക് പാടില്ല. എന്ത് പറഞ്ഞാല് അവസാനം എന്റെ വാപ്പയിൽ എത്തിക്കുന്നത് നിർത്തിക്കോട്ടോ. അത് തമാശക്ക് പറഞ്ഞാണ്. നിന്റെ വാപ്പ എന്റെ വാപ്പ, എന്റെ വാപ്പ നിന്റെ വാപ്പ. അത് വെള്ളം കൂടി എടുക്ക, കുടിച്ചത് പോയി. അല്ലേ തമാശയാ? ഏത് കല്യാണത്തിന്? എടി അനന്തന്റെ കല്യാണത്തിന്. അത് നടക്കില്ലല്ലോ. എന്ത് കല്യാണോ? അതല്ല, വിളി നടക്കില്ലല്ലോ. അതെന്താ? എന്റെ ബന്ധുക്കളൊക്കെ കൊറേ ദൂരെയാ. അപ്പൊ അവരെ വിളിക്കാനൊക്കെ ഭയങ്കര പാടാ. അതാ. പക്ഷെ മജീദിന്റെ ബന്ധുക്കളെ വിളിക്കണ്ടേ, സംബന്ധക്കാരെ? അതൊന്നും വേണ്ട, വാപ്പയെ തന്നെ വിളിക്കണമെന്നില്ല. അത് പറഞ്ഞാ പറ്റില്ല. മജീദിനെ വിളിക്കണം. ഇടാ, മജീദിന്റെ പേരെഴുതു. ഷാഹിന, നിന്റെ വാപ്പയുടെ ഒരു ജി, അത് മറ്റേ ചീത്തട ചീയാണ, ജീരകത്തിന്റെ ജിയാണ് മജീദ്. അയ്യോ, ഇത് ഇവനെ ഇവിടുത്തുകാരനാടാ. ജീപ്പിന്റെ ജി. ജി ആ ജിയാണോ? അക്ഷരം അറിയത്തില്ല. ഞാനോർത്തോന്റെ കൊഞ്ചിന്റെ ഇഞ്ചായാണ്. കൊഞ്ചിന്റെ ഇഞ്ചി കടിച്ചോണ്ടില്ല ഇവിടെ. എടാ, ഇപ്പൊ എത്രയായി? ഇപ്പൊ ഒരു 94ആയി. അതെങ്ങനെയാ? 74 എന്ന് പറഞ്ഞിട്ട് നാക്ക് വായിലോട്ട് ഇട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും 94ആയോ? അല്ല അമ്മേ, നമ്മൾ ഒരാളെ എഴുതുമ്പോ 4 ആളെ കണക്ക് കൂട്ടണം. അപ്പൊ ഇവിടെ കൂടാൻ വന്ന അനുസരിച്ചിട്ട് 94 പേരായി. നീ ആ ലിസ്റ്റ് കാണിച്ചേ. അമ്മ, അത് ഞാൻ ക്ലിയർ ചെയ്തോളാം, കുഴപ്പമില്ല. എന്നോട് ആ ലിസ്റ്റ് കൂടെ കാണിക്കാനല്ലേ പറഞ്ഞേ? എന്തൊരു പാടാണ്. എന്താടി
ഈ അലക്കാനിടുമ്പോഴേ ഈ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു 50 100 ഒക്കെ നോട്ടിട്ട് വെച്ചൂടെ? അതെന്തിനാണ്? അലക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്കത് കിട്ടുമ്പോ എനിക്കൊരു സന്തോഷല്ലേ? ആ സന്തോഷം നമുക്ക് വേണ്ടാട്ടാ. അത് ഇങ്ങനെ പറയുന്നതേ ആ സുഖം എന്താന്ന് ഇക്കൊക്കെ അറിയാഞ്ഞിട്ടാ. അതെന്താണ് സുഖം? എന്റെ വാപ്പേ ഇങ്ങനെ പറയാറുണ്ട്, പണ്ട് വാപ്പയുടെ ഡ്രസ്സൊക്കെ അലക്കാനിടുമ്പോ വാപ്പ അതിലും മനപ്പൂർവ്വം 500 50 100 ഒക്കെ നോട്ടിട്ട് വെക്കും. അതെന്തിനാണ്? ഉമ്മയ്ക്കാ പൈസ കിട്ടാൻ. അപ്പൊ ഉമ്മയ്ക്കൊരു സന്തോഷാവില്ലേ പൈസ കൈ കിട്ടുമ്പോ? അതിനു വേണ്ടിട്ട് വാപ്പ മനപ്പൂർവ്വം ഇട്ട് വെക്കും. ഇവിടെ ആ പരിപാടി ഇല്ലാട്ടാ. ഇവിടെ ഭാര്യമാർക്കൊന്നും നമ്മൾ കൂലി കൊടുക്കാറില്ല. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മുടെ ഷർട്ടൊക്കെ അലക്കി കൊണ്ടുവന്ന് തരാൻ നേരത്തെ അമ്മ 100 200 ഒക്കെ അതിൽ വെച്ച് നമുക്ക് തരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് ഓർത്തേ. നീ നോക്കിയൊന്നും വേണ്ട, സംശയം കൊണ്ട് അച്ഛനോട് ചോദിച്ചു നോക്ക്. അല്ലേലും ഇക്കാനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. നീ ഇതും കൂടി കഴുകിയിട്. ഇതെന്താ എടുക്കാതെ പോകുന്നത്? ഇത് കഴിഞ്ഞ ആഴ്ച അലക്കിയതല്ലേ, എന്നും എന്തിനാ ഇപ്പൊ അലക്കുന്നേ? എന്ത്? ഇക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത് കോളേജിൽ പഠിക്കുമ്പോ ഒരു ജീൻസ് ഒക്കെ 1 മാസം ഇട്ടിട്ടുണ്ടെന്ന്. എടി അത് കോളേജിൽ പഠിക്കുമ്പോ അന്ന് മുഷിഞ്ഞ് നാറിയ ജീൻസൊക്കെ ഇരുന്നത് ഫാഷനായിരുന്നു. ഇന്ന് അങ്ങനെയാണാ? ഞാൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. പോരാത്തതിന് ഭാര്യയുള്ള ആള്. അപ്പൊ വൃത്തിയും മെനക്കും നടന്നില്ല, ആളുകൾ ചോദിക്കൂല നിനക്കല്ലേ ചീത്തപ്പേര്. അതെ അതെ അതെ, വെറുതെ അല്ലല്ലേ ഇക്ക പറഞ്ഞത് കോളേജിൽ പഠിക്കുമ്പോ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് ആര് പറഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്? ഇക്കനല്ലേ പറഞ്ഞേ? എടീത് അവര് ബഹുമാനം കൊണ്ട് എന്റെ മുമ്പിൽ പഞ്ചപുച്ച മടക്കി നിക്കണതാണ് പേടിച്ചിട്ട്. പഞ്ചപുച്ച ആയിരിക്കില്ല, മണത്തിട്ടേ മൂക്ക് പൊത്തിന്നായിരിക്കും. മൂക്കല്ല, ഇങ്ങനെ വായും പൊത്തി നിൽക്കും. കാരണം ഞാൻ ലീഡർഷിപ്പിലുണ്ടായി. എന്നോട് ബഹുമാനം ഓർന്ന്. ഇതുപോലെ ചപ്പും ചവറും പറയാൻ ഞാൻ ആർക്കും അവസരവും കൊടുത്തിട്ടില്ല. അതെ അതെ അതെക്കാ നിന്നേ. എന്തേ? കൈ ഇങ്ങോട്ട് കാണിച്ചേ. എന്തിനാളി? കാണിക്ക്. ചമുക്കാനാണോ? അതൊന്നല്ലേ, കാണിക്ക്. എന്താണ്? ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്, ഐ എം പ്രൗഡ് ഓഫ് യു. എനിക്ക് ഇന്ന ഇക്കനോട് ബഹുമാനം തോന്നിയത്. അലക്കാൻ കൊണ്ടുവന്ന് തന്നേനാ? അതല്ല, ആ ലിസ്റ്റ് എഴുതിയ പേപ്പറില്ലേ അതിക്ക തകർത്തു. അത് അതെ ഷാഹിന, നമ്മൾ ഈ ബന്ധമുള്ളവരെയും പരിചയക്കാരെയൊക്കെ പോയി കല്യാണം വിളിച്ച് അവരോട് കല്യാണം കൂടാൻ വന്ന് മുടങ്ങി അത് നമുക്ക് നാണക്കേടല്ലേ? എന്തിനാ വെറുതെ എഴുന്നേറ്റ് നിന്ന് മുടന്ത് കാണിക്കണ? ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. എന്നാലും ഇക്ക നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഷാഹിന, അതിന് കല്യാണം മുടങ്ങണത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ, ആരതി ഒളിച്ചോടാൻ പോണോണ്ടല്ലേ. അതങ്ങനെ ന്യായീകരിക്കാം, പക്ഷെ അതിന് ശേഷമുള്ള പൊട്ടിത്തെറിയോ, ഒരമ്മയും 2 മക്കളും, അതെന്ത് ചെയ്യും? കല്യാണത്തിന് എന്തോരം ചെലവുണ്ട് എന്ന് വെച്ചിട്ടാ. ഡ്രസ്സ് എടുക്കണം, പിന്നെ താലിമാല നമ്മൾ വേണം മേടിക്കാൻ. രമണന്റെ മോളെയാണ് കെട്ടണത്. മിനിമം ഒരു 20 പവന്റെ താലിമാലെങ്കിലും വേണം. 20 പവന്റെ താലിമാല ഇട്ടിട്ട് ആ പെണ്ണിന്റെ കഴുത്തൊടിഞ്ഞ് ചാകാനാ? അതിനുള്ള ആവതൊന്നും അതിനില്ല. പിന്നെ രമണന്റെ മോളെ കെട്ടണവന്റെ താലിമാല അവൻ തന്നെ മേടിച്ചോളും. എന്താണ്? രമണന്റെ മോളെ കെട്ടണ അനന്തേട്ടനാണല്ലോ, അപ്പൊ ആ താലിമാലയൊക്കെ അനന്തേട്ടൻ മേടിച്ചോളും. അമ്മ ടെൻഷൻ അടിക്കണ്ടെന്ന്. നിനക്കെന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ. താല്പര്യക്കുറവല്ല അമ്മ, അതൊക്കെ ആ നേരമാകുമ്പോ നടന്നാ ചെയ്താ പോരെ. ഇപ്പോഴേ അതിനോർത്ത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ എന്തിനാ? ഇതെന്ത് വർത്താനം നീ പറയണ? നടന്നാ ചെയ്താ പോരേന്നാ? അല്ല, നടന്നാ ചെയ്താ പോരെന്ന് വെച്ചാൽ അതൊക്കെ സമയമാകുമ്പോ ചെയ്താ പോരേന്ന്. ഇനി അതുമ്മ പിടിച്ചു കയറ്. എടാ സമയമില്ല. സമയം എന്നൊക്കെ പറയണത് ഇതാന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പോവും. ഇതൊക്കെ മേടിച്ചു കൂട്ടാനുള്ള കാശൊന്നും അച്ഛൻ്റെ ഇല്ലാട്ടാ. അച്ഛന്റെ കയ്യില് പൈസ ഇല്ല, പക്ഷെ അച്ഛൻ പൈസ എവിടെ വെച്ചേക്കണേ ഇട്ടേക്കണേന്നൊക്കെ എനിക്കറിയാം. അമ്മ അത് വിട്. അതേ, എന്തെങ്കിലും ആവശ്യം കുടുംബത്ത് വരാൻ നേരത്ത് വെച്ചേക്കണേന്നാണ് എടുക്കേണ്ടത്, അല്ലാതെ വേറെ ഒപ്പിക്കാൻ നോക്കിയിട്ട് ആദ്യം പിടിക്കല്ല കേട്ടാ. അങ്ങോട്ടാ? ഞാൻ ആ കടവരെന്ന് പോണം. പിന്നെ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം ഉള്ളൂ കേട്ടാ. ആരുടെ കല്യാണത്തിന്? ആരുടെ കല്യാണത്തിന് ഇവിടെ കൊട്ടില്ല പാട്ട. ആരുടെ കല്യാണം? അനന്തേട്ടന്റെ അല്ലേ? എന്റെ കല്യാണം. കല്യാണ തിരക്കിന്റെ ഇടയിൽ കല്യാണം തന്നെ മറന്നുപോയി അല്ലേ? എന്നാ ശരി. അപ്പോലെ അതെ, ഇനിയിപ്പോ കല്യാണത്തിന് തിരക്കൊക്കെ വരാൻ പോകണല്ലോ. അപ്പൊ നമുക്ക് ഈ രമണീനെ നന്ദിനെയും നോക്കാനേ ഒരു നേപ്പാളിനെ വെച്ചാലോ? നിനക്കോ അസിസ്റ്റന്റോ? അല്ല, അസിസ്റ്റന്റ് അല്ല. ഇവിടെ ഇനിയിപ്പോ ഒരുപാട് പണി വരില്ല. അപ്പൊ എനിക്ക് നന്ദിനിയുടെ രമണിയുടെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ. അപ്പൊ ഒരു നേപ്പാളി ഒന്ന് നോക്കട്ടെ. അപ്പൊ നിനക്കെന്താ അവിടെ പണി? എനിക്കെന്താ പണിന്നാ? കല്യാണാണ് വരുന്നത്. തുണി മേടിക്കാൻ പോണ്ടേ, പണ്ടം മേടിക്കാൻ പോണ്ടേ, കല്യാണം വിളിക്കാൻ പോണ്ടേ? എന്റെ കാര പോവാ. എടാ പുണ്യ, അതിനൊക്കെ ഞങ്ങള് പൊക്കോളാം. നീ ഇവിടെ പശുവിനെ നോക്കി നിന്നാ മതി കേട്ടാ. അത് വേണ്ട, എനിക്ക് അതിനൊക്കെ വരാൻ താല്പര്യമുണ്ട്. അനന്തേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ പിന്നെ എന്റെ കല്യാണ. എനിക്ക് അതൊക്കെ പഠിക്കണ്ടേ? എടാ, നിന്റെ കല്യാണത്തിനെ പറ്റിയിട്ട് നീ ഇങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നീ കല്യാണ സമയത്ത് വരിക, താലി കെട്ടുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അത് പോരാ. പിന്നെ എനിക്കിതൊക്കെ ഒന്ന് കണ്ടു പഠിക്കണേ. അതല്ല ഞാൻ നന്ദിനെ അടുത്തും രമനെ അടുത്ത് ഒരാളെ വെക്കാന്ന് പറയണേ. ഒരു നേപ്പാളിനെ വെക്കാൻ സമ്മതിക്കാൻ തേട്ടാ. ശരി, സമ്മതിച്ചു. നമ്മളൊരു നേപ്പാളിനെ വെച്ചു. അപ്പൊ ഈ നേപ്പാളിയുടെ കാര്യം ആരും നോക്കും? ഞാൻ നോക്കും.
എടാ ഈ നേപ്പാളി നോക്കണ സമയം കൊണ്ട് നിനക്ക് ആ പശുവിന്റെ കാര്യങ്ങൾ നോക്കിയാ പോരെ? മതിയല്ലോ. പോരെ? ആ എന്നാ ശരി. അല്ല അതല്ല, നന്ദിനിയുടെ രമണിയുടെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ. അപ്പൊ ഈ കല്യാണം വിളിക്കാൻ ബംഗാളിനെ വിടാൻ പറ്റും. അതെ, ഞാൻ കുമാരിയുടെ വീട് വരെ പോവാണ്. കുമാരിയുടെ വീട്ടിലാ? ആ. എന്തിന്? എടാ ഇവിടെ കല്യാണമൊക്കെ വരികയല്ലേ, അവരോടൊക്കെ ഒന്ന് വിവരം പറയണ്ടേ. അപ്പൊ കല്യാണം ക്ഷണിക്കാൻ പോവാ? ക്ഷണിക്കാനല്ല. അപ്പൊ അവര് ക്ഷണിക്കണില്ലേ? എന്റെ അപ്പുണ്ണിയെ ക്ഷണിക്കും. അയലൊക്കക്കാരല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു വിശേഷം നടക്കണത് നമ്മൾ അവരോടൊക്കെ ഒന്ന് പറയണ്ടേ. ആ നല്ലതാ. ആ അമ്മ പോണൊക്കെ ശരി. അമ്മ അവിടെ പോയിട്ട് സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. നീ വെറുതെ തന്നെ അവരെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അമ്മയുടെ നാവിന് എപ്പോഴും പ്രശ്ന. ഓ അതെ, അതാ പുണ്ണി പറഞ്ഞ കറക്റ്റാ. അമ്മ ഒന്ന് സൂക്ഷിച്ചോ. രണ്ടാളും കൂടി എന്നെ കൂടെ പഠിപ്പിക്കാന്നോ? ഞാൻ ആ ഷാഹിനെയും കുട്ടി പോയിട്ട് വരാം. അമ്മേ എന്താടാ? ഞാനും കൂടി വരാ. എന്തിന്? അല്ല അവിടെ കുമാരിയും എല്ലാരും ഉണ്ടാവില്ലോ. അപ്പൊ ഞങ്ങള് പെണ്ണുങ്ങള് വർത്താനം പറയാൻ പോണടുത്ത് നീ എന്തിനാ വരുന്നത്? അമ്മേ എന്തായാലും പൊക്കോ. ഈ കല്യാണം ക്ഷണിക്കൊന്നും വേണ്ട, വളരെ സീരിയസ് ആയിട്ട്. അത് നമുക്ക് 17-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം. ഇതെന്തേ 17-ാം തീയതി? അമ്മ ക്ഷണിച്ചോ അമ്മേ? എന്ത് പറഞ്ഞാലും ഒരു 17-ാം തീയതി. അല്ല ഒരു കാര്യം ചെയ്യാം, ദേവികയുടെ കൂട്ടി പൊക്കോ. എന്തിന്? എന്നാലും കുമാരി നീ നല്ല ആളാണ് കേട്ടാ. എന്താ അമ്മേ? എത്ര കാലമായി അങ്ങോട്ട് വന്നിട്ട്? ഞങ്ങളൊന്നും നിനക്ക് കാണണ്ടേ? നീ എന്താ ഇപ്പൊ അങ്ങോട്ട് വരാത്തെ? എന്താ ചേച്ചി വരാത്തെ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ. ചേച്ചിയെ കാണാത്തോണ്ട് അമ്മ കുറച്ച് ദിവസമായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. ഷാഹിന അമ്മേ. ആ കുമാരിയെ, നാളെ തൊട്ട് നീ അങ്ങോട്ടേക്ക് വരണം. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് വരണം കേട്ടാ. നിനക്ക് ഞങ്ങളെ കാണണമെങ്കിലും ഞങ്ങൾക്ക് നിന്നെ കാണണല്ലോ. ഈ വയസ്സുകാലത്ത് എന്നെ എങ്ങനെ നടത്തിക്കണ കുമാരിയെ? നിനക്ക് അങ്ങോട്ട് വന്നൂടെ? അതല്ല അമ്മ, ഞാൻ ഒന്നും കൂടെ പറയണ്ട. എവിടുന്നപ്പോ പാല് മേടിക്കണത്? പാല് കടയിന്ന്, കവർ പാല്. അയ്യേ, കവർ പാലാ? ഈ കാലത്ത് കവർ പാലൊക്കെ കുടിക്കാൻ പാടുണ്ടാ? നമ്മുടെ വീട്ടിലല്ലേ 2 പശുല്ലേ, നിറച്ച് പാലില്ലേ, അവിടുന്ന് എടുത്താ പോരെ. നാളെ മുതൽ അവിടുന്ന് പാല് വാങ്ങിയാ മതി കേട്ടാ. എടി കുമാരിയെ, പിന്നെ ഒരു വിശേഷമുണ്ട്. ആനന്ദന്റെ കല്യാണായി. ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ടു. എന്റെ ഒരു ആങ്ങളയുണ്ട് രമണൻ, അവന്റെ മോളാ ആരതി. നീ കണ്ടുണ്ടാവും, പണ്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ചെറിയ കുട്ടി. മെലിഞ്ഞിട്ട്. അവളിപ്പോ വലിയ പെണ്ണായി പോയി. അവൾക്ക് ആനന്ദനെ തന്നെ മതി എന്നാ പറയണത്. ഭയങ്കര ഇഷ്ടാണ് പോലും. നമ്മൾ ഇഷ്ടമുള്ളവരെ പിരിക്കാൻ പാടില്ലല്ലോ. എന്താ അമ്മ? അല്ല, സ്നേഹിക്കുന്നവരെ നമ്മളെ മിണ്ടാണ്ടിരിക്കടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, കല്യാണമൊക്കെ വരികയാണ്. അപ്പൊ നീ നാളെ മുതൽ അങ്ങോട്ട് വരണം. കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം, അവനവന്റെ വീട് പോലെ. മനസ്സിലായ? ഇത് ക്ഷണിക്കാൻ നന്നായിട്ട് കൂട്ടണ്ട. അപ്പൊ ക്ഷണിക്കുന്നില്ലേ? പിന്നെ ക്ഷണിക്കൂലേ? അല്ലെങ്കിൽ തന്നെ ഇവളെന്തിനാ ക്ഷണിക്കുന്നത്? ഇവള് അവിടുത്തെ കുട്ടിയല്ലേ. ചായ ഒന്നുമില്ലേ? അപ്പൊ അമ്മയല്ലേ ചായ വേണ്ട? വെച്ചുവാ. അത് വെച്ചു. എന്താ നീ എന്താ വന്ന്? പങ്കിയ മാമ, നമ്മൾ തറവാട്ടൊരു കല്യാണം നടക്കില്ലേ, അതിന് ശബ്ദവും വെളിച്ചവും വേണം. അതെവിടുന്ന? അത് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ പെണ്ണുങ്ങൾ വിചാരിച്ച ശബ്ദത്തിനും ഒരു കുറവുമില്ല. പിന്നെ വെളിച്ചം അത് സൂര്യഭഗവാൻ തരും. പിന്നെ KSEB ഉണ്ടല്ലോ രാത്രിയിലേക്ക്. എന്തേ എന്റെ അമ്മാമ, നമ്മളെ വീട്ടിൽ അങ്ങനെ മതിയോ? നമ്മളെ തറവാട്ടിൽ ഞെട്ടണം, തിളങ്ങണം. ഈ മരങ്ങള്, ഈ മിറ്റം, അവരെ വീട് നിർത്തം കൊണ്ട് താളം ചവിട്ടണം. അതിലൊരാളുണ്ട്. താളം ചവിട്ടാനോ? താളം ചവിട്ടാനല്ല, ഇതിലൊക്കെ പറ്റിയ ഒരാൾ. ലൈറ്റ് ഹൗസ് സൗണ്ട്. നീ ഇന്നലെ ഒരാളെ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നു. പിന്നെന്തേ? അത് പന്തലല്ലേ? അതില് ശബ്ദവും വിളിച്ചൊന്നുമില്ല. ഇല്ല, അത് പന്തല് സൂപ്പർ, ഇത് ലൈറ്റില് സൂപ്പർ. രണ്ടാണ്. ഒക്കെ സൂപ്പർ തന്നെയാണ്. അതെ. എന്നപ്പോ തൽക്കാലം ഇവിടെ സൂപ്പറും കാര്യങ്ങളൊന്നും വേണ്ട. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ചെയ്തോടത്തോളം സൂപ്പറും മതി. ഇനി ഇവിടെ അങ്ങോട്ട് വേണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തൽക്കാലം ഇപ്പൊ പോ. അങ്ങനെ ആവശ്യം ചെയ്യാൻ നിന്നോട് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു മണ്ടത്തരം. കുടുംബത്തിലൊരു കാര്യം നേരിട്ട് പോയി ചോദിക്കാണ്ട് പുറമ്പോക്കൽ ഒരാൾ പോയി ചോദിക്കുന്നത് നടക്കുവാ? ആരാടാ പുറമ്പോക്ക്? പറയാൻ പാന്നെ. അതൊന്നുമല്ല. അതല്ലാന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അച്ഛൻ്റെ അമ്മയുടെ ആദ്യം വ്യാധി ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പങ്കിയമ്മ, അതിലെനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ഇതല്ല. ഈ ഡേറ്റ് ഇവിടെ അടുത്ത് വരില്ലേ, അവര് 17-ാം തീയതി ചാടാന്ന് പറഞ്ഞിട്ട് അവര് ചാടിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
അവര് ചാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചാടിക്കോളൂ. അതിന് നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കണം എന്തിനാ? പിന്നെ ഞാൻ ടെൻഷൻ അടിക്കാതിരിക്കുവോ? അത് കൊള്ളാലോ. അതെ, ഈ ജോജിയുടെ അടുത്ത് നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാലോ? ഏത് ജോജിനോട്? ഇവളുടെ കാമുകൻ ജോജി. കാമുകനോട് ഇപ്പൊ നീ ചോദിച്ചാൽ അവൻ ഒരു പെണ്ണിനെ ചാടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയാ. നീ വല്ല പൈസയുടെ ഹെൽപ്പ് വേണം ചോദിക്കണമെന്ന് വിചാരിക്കും. ഒരു 5 ലക്ഷം ചോദിച്ചാൽ നിന്റെ കൊടുക്കണ്ടോ? അപ്പൊ അതിനൊന്നും നിൽക്കണ്ട. നീയേ അവളുടെ കാമുകന് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ നിന്റെ എന്നുള്ളത് അവളെ കൊണ്ട് ചോദിപ്പിക്കും. അങ്ങനെ അവൻ വേണമെന്ന് പറയിച്ചു നീ സഹായിച്ചു. അപ്പൊ എന്തെങ്കിലും വേണോന്ന് അവളോട് ചോദിച്ചു നോക്കാം. അല്ലാണ്ട് പിന്നെ നമുക്ക് അവനറിയില്ലല്ലോ. അവനെ നമുക്ക് അറിയില്ല, പിള്ളേ എന്നാ ആകെ അറിയുള്ളൂ. അവ വേണമെങ്കിൽ ചെയ്യാം. എന്നാ അത് പറയാം. കാരണം അവര് ചാടി പോവാന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അതെ ചേച്ചി, ഇതിലേ കടുക് ഇട്ടിട്ട് ജീരകം പൊട്ടിക്കണോ അതോ ജീരകം ഇട്ടിട്ടാണോ ഉലുവ പൊട്ടിക്കണ്ടേ? എങ്ങനെയാ? ഹലോ, എന്താ ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ? അല്ല, നീ എന്താ ചോദിച്ചേ? ഇത് എവിടെയാ? അതല്ല ഷൈന, വാടക വീട് എടുത്തങ്ങ് മാറിയാലോ എന്ന് ആലോചിക്കാം. അപ്പൊ അനന്തേട്ടനോ? അനന്തേട്ടൻ മാസത്തിൽ 2 or 3 വട്ടം ആ വീട്ടിലേക്ക് വരുമല്ലോ. ഇത് ഇവിടെ ആകുമ്പോഴത്തേക്കിനും എപ്പോഴും ടെൻഷനും ഒരു 100 കള്ളവും പറഞ്ഞ് ഒരു സമാധാനവും ഇല്ലാതെ പിള്ളേർക്ക് സ്വാതന്ത്ര്യത്തോടെ ഒന്ന് അച്ഛാന്ന് പോലും വിളിക്കാൻ പറ്റുന്നില്ല ഷാഹിന. പിള്ളേരെ ഞങ്ങൾ തന്നെ കള്ളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിലും നല്ലത് മാസത്തിൽ 2 or 3 ദിവസമാണെങ്കിൽ സമാധാനമായിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തേനും ഏട്ടൻ വരുന്നതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാ പിന്നെ അനന്തേട്ടൻ അങ്ങ് ഡിവോഴ്സ് ചെയ്താലോ ചേച്ചി? ഒറ്റ മയങ്ങല്ലേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. തമാശ. ചേച്ചി, ആദ്യം ആ പർദ്ദയിട്ട് ഇറങ്ങി വന്നപ്പോഴേ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. എത്ര ദിവസം ഞാൻ ആ ഓട്ടോയിലും അച്ഛൻ്റെ മുകളിലൊക്കെ ആയിട്ട് കഴിഞ്ഞത്. അപ്പൊ ഞാനും ഓർത്തു പാപ്പ പറഞ്ഞ ആളെയും കെട്ടിയിട്ട് സൗദിയിലെങ്ങാനും പോയിട്ട് ജീവിച്ചാൽ മതിയായിരുന്നെന്ന്. എന്നാ പിന്നെ അങ്ങനെ ജീവിച്ചാ പോരായിരുന്നോ? ചേച്ചി ചുമ്മാ പറഞ്ഞ നീ പറയും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ. അതുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. ശരിയാവും. ആവുന്നേ. ഹലോ, പുല്ലരിയപ്പോ പ്രത്യേകിച്ച് സമയമുണ്ടോ? എനിക്ക് എപ്പോഴാ തോന്നുന്ന ചപ്പ പോയായിരിക്കും. ആയിക്കോട്ടെ, അതിന് ഇവിടെ പുല്ലൊന്നും ഇല്ലല്ലോ. ഇവിടെ കാട് പിടിച്ചെടുക്കല്ലേ. അപ്പുറത്തേക്ക് പോയാൽ കിട്ടും. പുല്ല് അപ്പുറത്തെ പറമ്പെന്നല്ലേ അരിയല്ലേ? ഞാൻ എവിടെന്നെങ്കിലും അരിഞ്ഞോളെ. അതിനെന്താണ്? ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചു എന്നുള്ളത്. നീ എന്തിനാ പറഞ്ഞ ചൂടാവണേ പിന്നെ? ഈ നേരത്തെ നീ പശുവിന് കാടി കൊടുക്കണ സമയമാണല്ലോ. ആ കാടി കുടിക്കണില്ലേ പശു? അതാ പുല്ലരിയാൻ പോണേ. അല്ലെങ്കിൽ അമ്മാവൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണത്? നിന്റെ പശു കാടിയില് തലയിടണില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഇതിലൊക്കെ തലയിടണേ. അതതിൽ തലയിടണ്ട. ഞാൻ പുല്ലരിയേ കൊടുക്കുക. എന്താ ചോദിച്ചു? അമ്മാവൻ പോകോ? നീ വേറെ വല്ല കസറാകുള്ളി ഒപ്പിച്ചിട്ട് എന്നോട് ചാടി കളിക്കാണോ? എന്തു കസറാകളി? അല്ല, നിന്റെ വർത്താനം കേൾക്കുമ്പോഴേ അതേ, ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയട്ടെ. എന്താണ്? കുറെ പ്രാവശ്യമായി ഞാൻ അതിങ്ങനെ ശ്രദ്ധിക്കണോ. ഈ അതിർത്തി ഉണ്ടല്ലോ, ഈ അതിർത്തി ഇതേമാതിരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് ഇത് വല്ലവരെയും ഇങ്ങനെ ഓരോ കോല് കുത്തിയിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ മുകളിൽ ഇനിയിപ്പോ കമ്പി കെട്ടിയാലൊക്കെ കണക്ക് തന്നെയാണ്. ഒരു കാര്യം ചെയ്യണം. ചെമ്പരത്തി ഉണ്ടല്ലോ, ചെമ്പരത്തി. ആ ചെമ്പരത്തിയുടെ കമ്പ് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതാ ട്ടാ. ആ കമ്പ് ഇങ്ങനെ ഇങ്ങനെ ചെത്തി കൊത്തിയിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് അങ്ങോട്ട് തറച്ചു വെച്ച് കൊടുക്കുക. നല്ല വേര അതിന്. അതങ്ങോട്ട് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ അതിർത്തി ഇടിയില്ല. തന്നല്ല പുറത്തുനിന്ന് കാണുമ്പോ എന്താ ചന്തം. ഈ ചെമ്പരത്തി പൂക്കൾ ഇങ്ങനെ നിക്കണ 2 ചെമ്പരത്തി എടുത്തിട്ട് അമ്മാവന്റെ ചോട്ടിൽ വെക്കാം. എവിടേക്കാ ഓടണേ? ചാറില്ലേ ചാറില്ലേ, അവിടെ തോടുണ്ട്. എവിടേക്കാ ചാർന്നത്? നീ എന്തിനിങ്ങനെ പിറക്കമാണ്? പുല്ലരിഞ്ഞു കഴിഞ്ഞോ? എത്ര കേട്ടായിരിക്കും? പ്ലാവുന്ന പുല്ലരിയണ അല്ലേ? നല്ല പുല്ലുള്ള പ്ലാവാ. കുമാരി എന്താ അവിടെ? ഞാൻ അമ്മയെ കാണാൻ. ഞാൻ പുല്ലരിയാൻ പോകുമ്പോ കുമാരി ഇവിടെ നിൽക്കായിരുന്നേ. അപ്പൊ ഞങ്ങൾ സംസാരിച്ചു പോയതാ. അത് ശരി. അല്ലാണ്ട് നിങ്ങൾ അറിഞ്ഞോണ്ട് അല്ല. ആരോടാടാ നീ ഈ ജാതി കളി കളിക്കണം? അപ്പൊ നീ ആരോടാ? ഞാൻ പെണ്ണെട്ടിയിട്ടില്ല, വെച്ചിരിക്കുന്നൊന്നും അറിയില്ല എന്നാ വിചാരം ആണോ? അപ്പൊ നിന്റെ പുല്ലരിയലൊക്കെ കഴിഞ്ഞോ? ആ കുമാരിയെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം ഇങ്ങോട്ട് പോരാ എന്റെ കൂടെ.
എന്താ പറയാ അവൻ പുല്ലരിയണത് ഒരാള് കണ്ടൂടാ അവന്. കുമാരിയുണ്ടോ കുഴപ്പമില്ല. അത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ കണ്ടാലാ പ്രശ്നം നിനക്ക് അല്ലേ? അമ്മാനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്തുകൊണ്ടാ നീ പുല്ലരിയണ്? ഇതെവിടെ ഈ അരിവാള്? അതില് മനസ്സിലാക്കി ഓടറ കള്ള, നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ളത്. എന്താ ആർക്കൊന്നും അറിയില്ല വെച്ചിട്ടാ നീ? എന്താ തരികട എന്നാ പുല്ലക്കരി പോരെ. അതെ ആയോ അമ്മാവൻ ഞങ്ങളെ കണ്ട ആരോടത്തും പറയാൻ നിൽക്കണ്ട. അനന്തനെ വിളിക്കണ? അല്ല എന്താ വിളിക്കണ്ട. വേണ്ട. അതേ ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാൻ വേണമെങ്കിൽ വരാം. ഒരു വണ്ടി വിളിച്ചിട്ട് വേണമെങ്കിൽ ആശുപത്രിയിൽ പോണോ? മനസ്സിലായ? ഇല്ല. സാധാരണ പെണ്ണുങ്ങൾക്ക് മലം പുരട്ടല് ഛർദിയൊക്കെ എപ്പോഴാ ഉണ്ടാവാ? എപ്പോഴാ? 3 പെറ്റ തൊള്ളയാണത്രേ. 3 പെറ്റിട്ട് കണ്ണൊന്ന് അങ്ങോട്ട് പറ്റിച്ച് കണ്ണ് ഇങ്ങോട്ട് നോക്കിയേ. എന്റെ കുമാരി നീ എന്തായി പറയണത്? ഒന്ന് നോക്കിയൊരു വളർച്ചയൊക്കെ ഉണ്ട്. എടി 4 ആൺകുട്ടികളുള്ള വീടാണത്. അതന്നെ ഞാനും പറഞ്ഞത്. അല്ല എല്ലാരും കുഴപ്പക്കാരല്ല, പക്ഷെ എന്നാലൊന്ന് സൂക്ഷിക്കണം. വേറെ തല ഇറങ്ങണ വരി ഉണ്ടോ? ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ തലയിറങ്ങുന്നുണ്ട്. അതാണ് എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. നോക്കിയേ, കണ്ട ഒരു വളർച്ചയൊക്കെ അല്ലേ? അയ്യോ ബൾബ് പിടിച്ചേ. എന്താ നീ പറഞ്ഞേ? അല്ല ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ. എന്തേ? ആ നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയാണ്. ദേവികേ ഒരു മിനിറ്റ്, പങ്കിയ നീ ഒന്ന് അങ്ങോട്ട് വന്നേ. എന്തേ? വായോ. അതിന് വയ്യാണ്ടിരിക്കുമ്പോ നമ്മളിവിടെ അങ്ങോട്ട് പോവാ. നിങ്ങൾ വാടാ. എന്താണ് ഒരു കാര്യം പറയണ്ടേ? എന്ത്? ഇങ്ങോട്ട് വാ. കയ്യിന്ന് വിട. എന്താ കാട്ടണ ചേച്ചി? ഈ അമ്മക്ക് എന്താ പറ്റിയേ? അയ്യാത്ത ദേവി ചേച്ചിക്കല്ലേ? എന്തിനാ പങ്കിയമ്മനെ കൊണ്ടുപോയേ? എനിക്കറിയില്ല. ചേച്ചി എന്താ അമ്മയോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോണെന്ന്. എന്താ ഈ അമ്മയ്ക്ക് പറ്റിയേ? ഓടലോ അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ? അപ്പൊ അതിന്റെ ഒരു ഇത് അവന് ബുദ്ധിമുട്ടുണ്ടാവും. അതിനാണ് എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ച എന്ത് ചെയ്യും? അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കാൻ കഴിഞ്ഞിട്ട് അതാ എനിക്ക് ഉണ്ടായ ടെൻഷൻ. ആണ് ഞാൻ പറയണതൊക്കെ. അല്ലാണ്ടെന്താ? കഴിക്കാൻ വേണോ? മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ലേ? മാങ്ങയോ? എന്താണോ തോന്നാത്ത? വയറിനും വേദന എടുക്കുന്നല്ലോ ദൈവമേ. എന്താണ് എന്താണ് എന്തേട്ടി കാണിക്കണേ? ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ നോക്കാൻ? അങ്ങോട്ട് വന്ന് കുത്തിയിരിക്ക. എന്താ പറ്റിയത്? ഛർദിക്കാൻ വന്നു. ഛർദിച്ചു കുറച്ച്. ഛർദിച്ചോ? തലകർക്കമുണ്ട്. എന്താ ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോണ്ട. ദേവിക ഛർദിച്ചതിന് നിനക്കെന്താ അത്ര വെപ്രാളം? പിന്നെ എനിക്ക് വെപ്രാളം ഉണ്ടാവില്ല അമ്മേ. എന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയല്ലേ അവര്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവര് എന്നോട് ചോദിക്കില്ലേ, ഞാൻ എന്ത് സമാനം പറയും? അത് കൊള്ളാലോ. എനിക്കെന്താ പരിഭ്രമം എന്നോട്? ഈ കൊച്ചെങ്ങാൻ ഇവിടെ കിടന്ന് ചത്തു പോയിരുന്നെങ്കിൽ ആര് സമാനം പറയും? അമ്മയിലൊക്കെ നോക്കേണ്ട ആള്. പിന്നെ എനിക്ക് വെപ്രാളം എന്താ? കൊച്ചേ എന്തെങ്കിലും അസുഖമുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? എന്തെങ്കിലും ഒന്ന് വാദം പറ കൊച്ചേ. എന്തേണ്ട എന്താ ഈ പറയണത്? സുഖമില്ലാത്ത ഒരാളോടാണ് ഇങ്ങനെ പറയണേ. തല ഇറങ്ങി വീഴും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട. അപ്പൊ ഇവനല്ല. ഒന്നാമത്തെ ഈ കുഴപ്പമൊന്നുമില്ലെന്നേ. ഒരു ഇത്തിരി ഇഞ്ചി, ഇത്തിരി ഉപ്പ്, ഇത്തിരി ചെറുനാരങ്ങ, ചറ പറന്നിങ്ങോട്ട് പോവില്ലേ ഛർദിയൊക്കെ? അല്ല എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലടാ. അതെ ദേവികയ്ക്ക് ചെറിയൊരു വയ്യായിക. അയ്യോ എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ പോണാ? ഹോസ്പിറ്റലൊന്നും പോണ്ട. അമ്പിളിയെ ഒന്ന് അങ്ങോട്ട് വായോ. അല്ല സുഖമില്ലാന്ന് പറഞ്ഞു. നീ ഒന്നും ഇങ്ങോട്ട് വായോ. അടുത്താളെ പിടിച്ചു.
എന്താ അമ്മയ്ക്ക് പ്രശ്നം? അത് പിന്നെ പറയാം. എന്താണ്? അത് പിന്നെ പറയാം. എന്ത്? ഇങ്ങോട്ട് വാടാ. എന്താ അവിടെ പ്രശ്നം ഉണ്ടായത്? അവിടുത്തെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നോട് എന്ത് ചോദിക്കാനാണ്? സത്യം പറയണം. എന്താ കാര്യമൊന്ന്? നീ അന്നാ ദേവികയുടെ മുറി കയറിയത് എന്തിനായിരുന്നു? ബൾബ് മാറ്റാൻ തന്നെയായിരുന്നാ? അത് ബൾബ് മാറ്റാൻ വേറെന്തിനാണ്? അയ്യടാ, അമ്മാവനും അനന്തരവനും ഒക്കെ മാറി മാറി ബൾബ് മാറ്റാൻ എന്തിനാ അവളുടെ മുറിയിലേക്ക് പോണേ? ഇപ്പൊ ഇതൊക്കെ പറയണ എന്തിനാണ്? അവിടെ എന്താ ഉണ്ടായെന്നാ ഞാൻ. എന്റെ പങ്ക്യാവ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോലെ. എന്തിനാണ് ഈ മുഖവുര? ഇതിങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട എന്ത് കാര്യമുണ്ട്? എന്താ കാര്യം? അല്ല, അത് ദേവിക്ക് ഗർഭമൊന്നല്ലല്ലോ അല്ലേ? എങ്ങനെ ഗർഭമല്ലല്ലോന്ന്? ഏയ് ആവില്ലല്ലേ? എന്നോട് ചോദിക്കണേ? എന്നോട് തന്നാണ്ടല്ലേ ഞാൻ. എന്തിനാ എന്നെ തല്ലാൻ വരണത്? തല്ലാൻ വരുന്ന ആ പെണ്ണിനെ ഇവിടെ കൊണ്ടു ഒളിച്ചു താമസിപ്പിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ തീറ്റിരിക്കാൻ നീ എന്തിനാ നിങ്ങളെ ടെൻഷൻ അടിക്കണത്? ഞാനല്ലേ ഭർത്താവ്. ഏട്ടാ, നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ എന്നെ സംശയം. എന്തിനാ നിങ്ങളെ സംശയിക്കണത്? പിന്നെ അങ്ങനെ സംശയിക്കാൻ മാത്രമുള്ള സമയമൊന്നും ആയില്ലല്ലോ. ഓ, ആ സ്പോട്ടിൽ എന്നെ സംശയിച്ചാളാ നിന്റെ അമ്മ. നീ ആ ഓഫീസിലേക്ക് ഇറങ്ങി പോകുമ്പോ എന്നെ മാറ്റി നിർത്തി സംസാരിച്ചിരുന്നില്ലേ? എന്താ ഈ കാര്യമായിരുന്നു? എന്റെ പങ്ക്യാമ്മ, അതിനിപ്പോ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സ്ത്രീകളും ഇതുപോലെയാണ്. ഒരാളങ്ങോട്ട് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്ത നേരെ പോവാൻ കടാ. അതിനിപ്പോ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, അവൾക്കിപ്പോ അങ്ങനെ പറയാനല്ലേ പറ്റൂ. അവൾ ഇന്നലെ ഞാൻ ഓഫീസ് വിട്ടു വരുന്ന സമയത്ത് ഒരു ഷവർമ വാങ്ങിച്ചിട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് വരുമ്പോ വാങ്ങി കൊണ്ടുകൊടുക്കുകയും ചെയ്തു. അത് കഴിച്ചിട്ടുണ്ട്. ഈ ഷവർമ കഴിച്ചിട്ടുണ്ടെന്ന് എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ അതാവുമായിരിക്കും. ഓ, പക്ഷെ ഷവർമയ്ക്കായിട്ടാ വരുന്നല്ലേ? മോഹങ്ങൾ പറഞ്ഞ് ചെയ്തു കൊടുക്കണ്ടേ? ദൈവമേ, ഷവർമയുടെ കുഴപ്പം തന്നെ ആവണേ. വേറൊന്നും ആവില്ലല്ലോ അല്ലേ അനന്ത? അല്ലേ? നിനക്ക് സംശയമുണ്ടോ? ഈ നിനക്കൊരു കൂസലും ഇല്ല അല്ലേ ശരിക്കും പറഞ്ഞ? ബാക്കിയുള്ളവർ ഇതിന്റെ ഇടയിൽ കിടന്ന് കുടുങ്ങാനുള്ള വിഷയ. കുമാരി, തെറ്റിപ്പോയി ചേച്ചി. ചൂടല്ലേ? മിണ്ടായിരുന്ന ഉറങ്ങി. ദേവികേച്ചി, പഴയ തുണി വല്ലതും കിടപ്പുണ്ടോ? എന്തടി വയ്യാതെ കിടക്കണ ആളുടെ അടുത്ത് വന്നിട്ട് തുണി അന്വേഷിക്കണേ? നിനക്ക് പോയെടുത്താൽ എന്താ? എന്തിനാ തുണി? അത് അപ്പുണ്ണിയുടെ കൈ മുറിഞ്ഞു. ആ, അപ്പുണ്ണിയുടെ കൈക്ക് എന്താ പറ്റിയേ? അപ്പുണ്ണിയുടെ പുല്ലരിയാൻ പോയപ്പോ കൈ മുറിഞ്ഞു. ശരിക്കും പറഞ്ഞോ? ഞാൻ പോയി നോക്കിട്ട് വീശിട്ട് പോ. ചേച്ചിക്ക് പത്ര ക്ഷീണമൊന്നുമില്ലല്ലോ. അപ്പുണ്ണിയുടെ കൈ മുറിഞ്ഞ ഒരു തുണി തന്നെ. അല്ല കുഞ്ഞമ്മക്ക് ഒരു കഷ്ണം തുണി